ഇതിപ്പം കണ്ടിട്ട് ചായയുടെ പോലെ തോന്നുന്നുണ്ട്. ചൂടുണ്ടോ? രുചിയുണ്ട്, ലുക്കില്ലെന്നേ ഉള്ളു കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ സൂപ്പർ ഡൂപ്പർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഓണം സെലിബ്രേഷൻ ഓണം രീതിയിലാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ കുണ്ടുമണിൻ്റെ കൂടെയാണ് എൻ്റെ എപ്പിസോഡ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഇന്ന് എൻ്റെ ഡാർലിംഗ് കുണ്ടുമണി എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്തെന്നറിയാമോ? അടിപൊളിയായിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കി തരും. വിശ്വസിക്കുന്നു അല്ലേ? അതെ, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താ ദിവ്യക്കുട്ട? പാലട പായസം. പാലട പായസം. പാലട പായസം ഒക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാ, ദിവ്യക്കുട്ടനും ആദ്യമായിട്ടാ. ഗോവിന്ദ ഗോവിന്ദ. അത് മാത്രമല്ല, എപ്പോഴും എന്താ പറയുക, ഷൂട്ടിങ്ങും ഈ ഓണ സമയത്ത് ഒട്ടുമിക്ക സമയത്തും എനിക്ക് ഷൂട്ടിങ്ങും ബിസി ഷെഡ്യൂളും ഒക്കെയാണ്. ഒരിക്കലും വീട്ടിൽ എനിക്ക് പൊതുവേ എനിക്ക് കൂടാൻ പറ്റാറില്ല. അപ്പോൾ എനിവേസ് ഈ ഓണം അപ്പം നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ പോവാണ്. അതുപോലെ തന്നെ അവരെയും മിസ് ചെയ്യുന്നുണ്ട്. അവരും അവിടെ അടിച്ചു പൊളിക്കായിരിക്കും. നമുക്ക് ഇനി നമ്മുടെ പായസത്തിലേക്ക് പോയാലോ? അപ്പം അല്ലല്ല, എന്താ പറഞ്ഞേ? പുലിയാ? പുലിയല്ല, പുലി പൂവേന്നാണ്. മലയാളം അറിയത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുള്ള പായസം ഉണ്ടാക്കുന്നതാണ്. അത് ആരാ ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ, നമ്മുടെ ദിവ്യക്കുട്ടനാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പൊ ദിവ്യക്കുട്ട ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ ദിവ്യക്കുട്ട? ഉണ്ടാക്കാനൊന്നും ഇല്ല, ഓൾറെഡി നമ്മുടെ കയ്യിൽ മിക്സ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് പല്ലി കിട്ടാൻ മാത്രം മതി. ഓക്കെ, ഞങ്ങളുടെ കൂട്ടുള്ള യങ്സ്റ്റേഴ്സും അതുപോലെ സമയമില്ലാത്തവർക്കൊക്കെ വേണ്ടി ഈ ഒരു പരിപാടി എന്തോ ഗോഡ് ഗിഫ്റ്റഡ് പരിപാടി. അതെ. അങ്ങനെ ഇന്ന് നമ്മുടെ ഷെഫ് റെഡിയാണ്. ദിവ്യ ഷെഫാണ്. എന്റെ കൊച്ചി ഇവിടെ റെഡിയായി. അവളുടെ കൈപ്പുണ്യം എന്റെ വീട്ടിലത്തെ കുടുംബത്തിലെ അന്നപൂർണേശ്വരിയാണ്. അപ്പോ കൊണ്ടുപോകണല്ലോ, ഒറ്റയടിക്ക് നിലത്ത് താഴേക്ക് ഇടാനാണോ? ചിലപ്പം കുടിച്ചു കഴിയുമ്പോൾ ഞാൻ വല്ലതും പറയും. അപ്പോ അങ്ങനെ ദിവ്യയുടെ പായസമാണ് ഇന്ന് ഓണമായിട്ട് എല്ലാവരും കുടിക്കാൻ പോകുന്നത്. ദിവ്യ ആകെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇല്ലല്ലോ അല്ലേ? കൂളാണ്. സോ ഞങ്ങൾ എന്നാലും ഇനി ലേറ്റ് ആക്കുന്നില്ല, പായസം ഉണ്ടാക്കണം. അതെ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ ദിവ്യ ഇപ്പം മനസ്സിൽ ആലോചിക്കുമായിരിക്കും ഇവൾ എന്താണ് പറയാൻ പോകുന്നത്. പക്ഷെ ഈ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ ഈ പായസം കംപ്ലീറ്റ് ആവത്തില്ല ഫ്രണ്ട്സ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് നല്ല മനസ്സ്. അതെനിക്ക് ധാരാളം ഉണ്ട്. കഴിക്കാനല്ലേ? കഴിക്കാനും ഇരിക്കാനും നോക്കിയിരിക്കാനും ഒക്കെ നല്ല മനസ്സാണ് എനിക്ക്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ്, കണ്ണ് തുറന്നിരിക്കുക, മൂക്ക് തുറന്നിരിക്കുക, ചെവി തുറന്നിരിക്കുക, എല്ലാം കോൺസെൻട്രേഷൻ ഇവിടെ. കാരണം നമ്മുടെ കുക്കിന് ഒരു വിധത്തിലും നമ്മൾ ഡിസ്റ്റർബൻസ് കണ്ടാൽ നമ്മളത് ഫോക്കസ്ഡ് ആയിരിക്കണം. കാരണം നമുക്ക് ലാസ്റ്റ് പായസം കുടിക്കാനുള്ളതാണ്. അങ്ങനെ കുറെ. പിന്നെ നമുക്ക് മൂന്നാമത്തത്, നമ്മൾ ഭയങ്കര ബൂസ്റ്റ് കൊടുക്കണം, ഭയങ്കര എനർജി കൊടുക്കണം. നമ്മൾ തളർത്തരുത് നമ്മുടെ കുക്കിന്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഒരു ഡെഡിക്കേഷനും. പിന്നെ കഴിക്കാനും കൂടി ഉള്ള നല്ല മനസ്സ് വേണം. അതെനിക്ക് ധാരാളം ഉണ്ട്. ഇനി ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ചളി കഴിഞ്ഞെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ദിവ്യക്കുട്ടം പറയട്ടെ. ആൾക്കാരെ വെറുപ്പിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറയാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് ചെരുവ, പിന്നെ ഒരു സ്പൂൺ, പിന്നെ പാല്, പിന്നെ ഇതറിയാലോ മിക്സ്. ഇത്രേ ഉള്ളു, സിമ്പിൾ. അത്ര മതി. 1 2 3 4 4 ചാറ് തന്നെയല്ലേ? ചാറുണ്ട് നമ്മളുടെ. ചാറാവും മിക്കവാറും.
എന്തായാലും അതുകൊണ്ട് നമുക്ക് സെറ്റപ്പ് ആയിട്ടുള്ള ഒരു പായസം കിട്ടും. അതല്ലേ നമ്മുടെ ഇന്റൻഷൻ. കമോൺ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ഷെഫ്. Come on, please start the music. Start the cooking. Okay. Yeah, ready. Kevame. അപ്പം നമ്മൾ ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ച് ഗ്യാസ് ഓണാക്കാൻ പോവാ. അല്ല, പാല് ഒഴിച്ചിട്ടായിരുന്നോ ഗ്യാസ് കത്തിക്കേണ്ടത്? ഗ്യാസ് കത്തിച്ചിട്ടാണോ പാല്? അങ്ങനെ നമ്മൾ പാൽ ഒഴിക്കണം. അപ്പോൾ പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിന് ബോയിൽ ആവണം. ബോയിലായിട്ടാണ് നമ്മൾ ഇത് ഇടേണ്ടത്. അപ്പൊ അതുവരെ നമ്മൾ കത്തിയടിക്കാൻ പോവാം. നല്ല രീതിയിൽ തിളയ്ക്കണം. പുറത്ത് വരണ്ട. എന്താ പാല് വെച്ചാണോ? പുറത്തൊന്നും വരണ്ട. പുറത്ത് വരരുത്. ചെറിയൊരു ബോയിൽ വരുമ്പോ ഇതിടണം. പിന്നെ ഇത് അതാണ് സംഭവം. സംഭവം. ഞാനല്ലേ ഷെഫ്? ഞാൻ പറഞ്ഞു എന്നാ കേട്ടാ മതി. ഷെഫിന് അറിയോ ഇല്ലയോ എന്ന് നോക്കിയതാണ് ഈ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കോൺസെൻട്രേഷൻ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു. എന്നാ ബാക്കി എന്റെ മോള് ചെയ്തോ? ഇല്ല, ഇതെന്തുവാ? അതിരിക്കട്ടെ, ഇനി തിളക്കുന്നോടെ വരെ നമുക്ക് സംസാരിക്കാം. ഞങ്ങള് ആക്ച്വലി ഞങ്ങളുടെ ഓണം ഗുജറാത്തിൽ എങ്ങനെയായിരുന്നു ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ നാട്ടില് നമ്മള് ആക്ച്വലി മേജർ പാർട്ട് ഓഫ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഗുജറാത്തിലായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മള് ട്രൂ ഷോക്ക്. ഞങ്ങള് ഗുജറാത്തിലാണ് ജനിച്ചു വളർന്നത്. സോ ഞങ്ങളുടെ ഗുജറാത്തിൽ തന്നെയായിരുന്നു എല്ലാ സെലിബ്രേഷൻസും. അല്ല, എത്ര വർഷം? അതെ, ഒരു 15-20 ഇയേഴ്സ് അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാറില്ല. ഇപ്പം പായസം വെക്കുന്നതും ഇങ്ങനെ ഭയങ്കര ചെയ്യാറില്ല. അങ്ങനല്ല ഞാൻ പറയുന്നത്. നീ സദ്യ വെക്കുമായിരുന്നു അവിടെ? ചെറിയ രീതിയിലുള്ള സദ്യ. ഇത് സമ്മതിക്കില്ല. എന്റെ അമ്മ കഷ്ടപ്പെട്ട് സദ്യ വെക്കുമായിരുന്നു. അങ്ങനല്ല, ഈ കിച്ചടി പച്ചടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ വെക്കൂല. നോർമൽ മമ്മി ഇവള് പറയുന്നത് കിച്ചടിയും പച്ചടിയും വെക്കത്തില്ല. കിച്ചടി മമ്മി വെക്കുമായിരുന്നു, പച്ചടി വെക്കുമായിരുന്നു. പക്ഷെ ഇവള് ചെറുതായിരുന്നു. കിച്ചടിയും പച്ചടി എന്തുവാന്ന് പറ. കിച്ചടി എന്ന് പറഞ്ഞാൽ ആ കിച്ചടി അല്ല, ഹിന്ദി കിച്ചടി അല്ല. അല്ല, എന്തുവാന്ന് പറ. എന്ന് പറഞ്ഞാൽ മറ്റേ അല്ല, ഞാൻ പറയാം, മറ്റേ മഞ്ഞ സാധനല്ല, എന്തായിരുന്നു അത്? ബീട്രൂട്ടിന്റെ കളർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേത് വൈറ്റ് കളറിൽ വെള്ളരിക്ക ഇട്ടിട്ടുള്ളായിരുന്നു. അതെനിക്കറിയത്തില്ല, വൈറ്റ് കളറാണ്. അത് വെള്ളരിക്ക ഇട്ടിട്ട്. പക്ഷെ ഇത് തിങ് ഈസ്, ഞങ്ങള് വലുതായിട്ട് സദ്യ ഒന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ മമ്മി പപ്പയും എല്ലാവരും, മമ്മിയുടെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടി നല്ല രീതിയിൽ സദ്യ ഉണ്ടാക്കായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാ മനീഷേട്ടൻ്റെ വീട്ടിൽ സദ്യ അവർ കറക്റ്റായിട്ട് ഉണ്ടാക്കുമായിരുന്നു. കാരണം കഴിഞ്ഞ വട്ടം ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ഫോട്ടോ എടുത്തിട്ട് അയച്ചു. ഞാൻ ഓൾറെഡി ഷൂട്ടിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫുൾ ഇങ്ങനെ എല്ലാം ഓരോരോ ഇൻഗ്രീഡിയൻസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, നിന്റെ ഓണത്തിന്റെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി അത് ഇതായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി എന്താണെന്നറിയാമോ? നമുക്ക് ഓർമ്മയുണ്ടോ, നമുക്ക് ഇങ്ങനെ സ്കൂളിലെ കോമ്പറ്റീഷനും അതുപോലെ സൊസൈറ്റി നമ്മുടെ താമസിക്കുന്ന അവിടെ ഓണ മത്സരം, മറ്റേ കുട്ടിയും തവളച്ചാട്ടം, മറ്റേ ബിസ്ക്കറ്റ് കളിയില് ചാടി ബിസ്ക്കറ്റ് കടിച്ച് പിന്നെ ആ ട്രോഫി, മ്യൂസിക്കൽ ചെയർസ്, അതുപോലെ തന്നെ ഇതുണ്ട്, എന്തായിരുന്നു വേറെ സംഭവം, വടംവലി. പിന്നെ നമ്മള് അതൊക്കെ സൂപ്പർ മെമ്മറീസ് ആയിരുന്നു. ഗുജറാത്തിലാണെങ്കിൽ ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യത്തില്ല എന്നല്ല, ഗുജറാത്തിലും അല്ലേ അവിടെ സ്കൂളിൽ കേരള സമാജം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഇതൊക്കെ ചെയ്യും. എന്റെ പാല് തിളയ്ക്കും. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇത് ബോയിൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് അതിനകത്തെ കണ്ടൻസ് എല്ലാം കൂടെ ഇടും. ഇതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഇടാനൊന്നുമില്ല. പഞ്ചസാര ഇടണ്ട, ഒന്നും ഇടണ്ട, ഏലക്ക ഇടണ്ട, ഒന്നും ഇടണ്ട. ഇനി ഇതൊന്ന് 15 മിനിറ്റ്. വീട്ടില് അമ്മയും പപ്പയോടും അവരോടും പറയരുത് കേട്ടോ, നമ്മള് കഷ്ടപ്പെട്ട് ഇരുന്ന് ഉണ്ടാക്കിയ പായസം. കള്ളം പറയാറില്ല, അവർക്ക് മനസ്സിലാവും. കേറുമ്പോ പറഞ്ഞാ മതി. ഞാനാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെയ്തത്. ആര്? ഏത്? ഞാനായിരുന്നെങ്കിൽ പിന്നെ അവര് വിശ്വസിച്ചാണ്. ഇതിപ്പം കണ്ടിട്ട് ചായയുടെ പോലെ തോന്നുന്നുണ്ട്. സാരമില്ല, പായസം കുളമായ ചായ എന്ന് പറഞ്ഞു കൊടുക്കാം. നിന്റെ മെമ്മറീസ് എന്തുവാ? ഓണം എന്ന് പറയുമ്പോ എന്റെ മെമ്മറീസ്, ഞാൻ സ്കൂളില് ഇത് തിളച്ചു തോന്നുന്നു. അയ്യോ, ആക്സിഡന്റ്. ഈ പായസം തിളക്കിയത് ഞാൻ ഇന്നറിയുന്നു. ഇല്ല, പൊങ്ങി വരുന്നില്ല.
ഇത് ഹൈ ഫ്ലെയിം ആയതുകൊണ്ടാണോ? ഇത് പൊങ്ങുന്നില്ല. ദൈവമേ. ആയുധം വെച്ചുള്ള കളിയും ചൂടും വെച്ചുള്ള കളിയാണ് ഫ്രണ്ട്സ്. ഞാൻ ഗ്യാസ് നിർത്തി. ലോ ഫ്ലെയിമിലാണ്. ഇത് ഹൈ ഫ്ലെയിം ആയതുകൊണ്ടാവും. ഇതിൽ ഇവർക്ക് കോഷൻ തരായിരുന്നു, ചിലപ്പോ പാല് തിളച്ച് വെളി വരുമെന്ന്. ഇത് തിളച്ച് തൂവുന്നത് ഭയങ്കര റിസ്കി ആയിട്ട് തോന്നുന്നത് കാരണം ഞങ്ങളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. അതായിരിക്കും നല്ലത്. കുറച്ചേരം പറ്റട്ടെ. അതുവരെ നീ പറ നിന്റെ ഓണം റിലേറ്റഡ് ആയിട്ട്. എന്റെ മെമ്മറി എനിക്ക് തോന്നുന്നു, ഞാൻ സ്കൂളിൽ തിരുവാതിര കളിച്ചായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഇങ്ങനെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത്, അന്ന് ചെറുതായിരുന്നു, സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ തിരുവാതിരയൊക്കെ കളിച്ചു. അപ്പൊ ഞാൻ എവിടെയായിരുന്നു? നീ ഏതോ ക്ലാസ്സിലായിരുന്നു. പക്ഷെ എനിക്ക് ഇതൊന്നും ഓർമ്മയില്ലല്ലോ. അതെ, സ്കൂളിൽ ആക്റ്റീവ് ആയിരിക്കണം, എന്നെ പോലെ. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഓണ പ്രോഗ്രാമിൽ നമ്മള് ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു പ്രൈസ്, ട്രോഫീസ് ആണ് പാതിയും മുക്കാലും ഇവിടെ ഇരിക്കുന്നത്. ഇനിയുണ്ട്. അത് ഞങ്ങൾ ഒരു ചാക്കിൽ എടുത്ത് വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. ചാക്കല്ല, ഐ മീൻ ഒരു എന്താണത്, അതിലെടുത്ത് വെച്ചിട്ട് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന സ്പേസ് ഇല്ല. അപ്പൊ അങ്ങനെ കൊറേ പ്രൈസസ് ദിവ്യക്കുട്ടനായാലും കൊറേ പ്രൈസസ് കൂടുതൽ എനിക്കാണ്. പിന്നെ കൂടുതൽ എനിക്കാണ്. പോട്ടെ, പിന്നെ വലിയ വലിയ പ്രൈസ് ഉണ്ടല്ലോ ഈ ബുദ്ധിയുള്ളവരോ, അതല്ലേ ബുദ്ധിപരമായിട്ടുള്ള പ്രൈസസ് ഒക്കെ എനിക്ക്. പക്ഷേ ഓക്കെ, ഇത് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെന്തെന്നാ തോന്നുന്നു. അതെ, അപ്പൊ ഞാൻ ഗ്യാസ് നിർത്താണ്. ഇത്രയും മതി, ഏകദേശം ആയിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഹലോ, എന്തെങ്കിലും ഒന്ന് പണി പിടിക്കും, ഇങ്ങോട്ട് വന്നേ. കമോൺ. കൈ സൂക്ഷിച്ച്. പിന്നെ പറഞ്ഞ മനഃപൂർവ്വം പൊള്ളിച്ചു. പാത്രം പൊട്ടരുത്, അതാണ് ഇച്ചിരി കൂടി ഇമ്പോർട്ടന്റ്. നല്ല തിളച്ചയുണ്ട്, ചിലപ്പം ചൂട് പാത്രമാണ്, അതുകൊണ്ട് അതിന്റെ ഉള്ളിലെ ആ സാധനം കൂടി ഇട്. അരി പോലെ ഇടുന്നുണ്ട്. ഉണ്ടോ? പാലിച്ചിരി കുറഞ്ഞിരിക്കട്ടെ. കട്ടി നല്ല കുറുകിയ പോലെ ഉണ്ട്. ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കേ, മതി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഭയങ്കര ടേസ്റ്റി ആയതുകൊണ്ടുള്ള വെപ്രാളമാണ്. അത് നീ ടെസ്റ്റ് ചെയ്യും. വേണ്ട, അല്ല നോക്കട്ടെ. ചേച്ചി ടെസ്റ്റ് ചെയ്യും. നീ ചെയ്യണം. എന്റെ പൊന്നല്ലേ, പ്ലീസ്. ചൂടാ തിളച്ചത്, എന്റെ ദേഹത്തോട്ട് വീണാല. ഓണത്തിൽ തന്നെ കൂട്ടത്തല്ലേ, ഓണം കഴിഞ്ഞൊരു കൂട്ടത്തല്ലേ പതിവല്ലേ. നിങ്ങൾ പഠിക്കരുത് ഫ്രണ്ട്സ്, സ്നേഹത്തോടെ നിൽക്കണം. എന്നാ കഴിച്ച് എങ്ങനെയുണ്ട്? നല്ലതാന്ന് പറ പ്ലീസ്. നല്ലടാ, നല്ലയാ. ആ കമ്പനിക്കാർക്ക് നമ്മൾ പ്രത്യേകം താങ്ക്സ് പറയണം. കൊള്ളാം ആണല്ലേ? അല്ലടാ, എന്റെ ചക്കര ഉണ്ടാക്കിയാടാ. ചക്കര കുടിച്ചേ. അല്ല, എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചു. രുചിയുണ്ട്, ലുക്കില്ലെന്നേ ഉള്ളു കേട്ടോ. ലുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് വേണ്ടി പാലട പായസം ഉണ്ടാക്കിയതാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളൊരു പരാതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പായസമാണ്. ഞാനിനിയും ഇത് പതുക്കിനെ ഞാൻ ഹോലി കുടിച്ച് മനീഷേട്ടനും മമ്മിക്കും അച്ഛനും ഒക്കെ കൊടുത്ത് ഞങ്ങളിൻ്റെ അഭിപ്രായം വാങ്ങിച്ച് ഞങ്ങളൊന്ന് സന്തോഷിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ഞങ്ങളുടെ കുറെ പരിപാടികളുണ്ട്, ഇനി കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഓണം ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. ടിൽ ദെൻ ബൈ, ലവ് യു ഓൾ, ഹാപ്പി ഓണം.